ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. ഈ ആഴ്ച മെയ് 1-ാം തീയതി സൂര്യ നായകനെ എത്തുന്ന ഏറ്റവും പുതിയ സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുന്നു. അത് കാർത്തിക് സുബ്ബരാജിന്റെ സംവിധാനത്തിൽ സൂര്യ, ജയറാം, ജോർജ് ജോർജ് തുടങ്ങിയവരൊക്കെ അഭിനയിക്കുന്ന റെട്രോ എന്ന സിനിമയാണ്. കങ്കുവയിലൂടെ നേടിയെടുക്കാനാവാത്തത് റെട്രോ എന്ന സിനിമയിലൂടെ സൂര്യയ്ക്ക് നേടിയെടുക്കാനാവട്ടെ എന്ന് ആശംസിക്കാം. ഇതിനിടയിൽ സിനിമയുടെ വേൾഡ് വൈഡ് കേരള, തമിഴ്നാട് പ്രീസെയിൽ എല്ലാം തന്നെയാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. അത് പ്രകാരം ഓവർസീസിൽ 1 കോടി പ്രീസെയിലേക്ക് എത്തപ്പെട്ട സിനിമ തമിഴ്നാട്ടിൽ 5 കോടി പ്രീസെയിലേക്ക് അടുക്കുന്നു. വേൾഡ് വൈഡ് പ്രീസെയിൽ 7 കോടി പിന്നിട്ടിരിക്കുന്നു റിപ്പോർട്ട് വന്നിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം റെട്രോയുടെ കേരള പ്രൊമോഷൻസ് നടന്നിരുന്നല്ലോ. കേരളത്തിൽ വലിയ സ്വീകാര്യതയാണ് സൂര്യയ്ക്ക് ലഭ്യമായത് എന്നാണ് നമുക്ക് വീഡിയോകളിൽ നിന്ന് കാണാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത്. കേരളത്തിൽ നിലവിൽ ബുക്കിംഗ് ആരംഭിക്കപ്പെട്ടിരിക്കുന്നത് ലിമിറ്റഡ് സ്ക്രീനുകളിലാണ്. അത് വെച്ച് സിനിമ 40 ലക്ഷം കേരള പ്രീസെയിൽ പിന്നിട്ടിരിക്കുന്നു എന്നാണ് അറിയാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത്. കാത്തിരിക്കും അടുത്ത ദിവസങ്ങളിൽ സിനിമയുടെ പ്രീസെയിൽ കണക്കുകൾ കേട്ട് തിയേറ്റർ റിലീസിനായിട്ട്. ഇനി മലയാളത്തിന്റെ സ്വന്തം ലാലേട്ടന്റെ തുടരും എന്ന സിനിമയിലേക്ക് വരികയാണെങ്കിൽ തിയേറ്ററുകളെ ഇളക്കി മറിച്ചുകൊണ്ട് തിയേറ്ററുകളിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഫാമിലി ത്രില്ലർ സിനിമ കൂടിയായ ലാലേട്ടന്റെ തുടരും. തരുൺ മൂർത്തി സംവിധാനം ചെയ്ത സിനിമ വെറും 3 ദിവസങ്ങൾ കൊണ്ട് തന്നെ 70 കോടിക്കടുത്ത് ഗ്രോസ് കളക്ഷൻ നേടിയെടുത്ത് ഞെട്ടിച്ചപ്പോൾ ഇന്നത്തോടെ സിനിമയുടെ ആകെ വേൾഡ് വൈഡ് ഗ്രോസ് 85 കോടിയിലേക്ക് എത്തപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്നാണ് എസ്റ്റിമേറ്റ് റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. നിലവിലെ സിനിമയുടെ ഒരു ബുക്കിംഗ് ട്രെൻഡ് എല്ലാം തന്നെ നോക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും സിനിമ നാളത്തെ സിനിമയുടെ 5-ാം ദിവസത്തെ കളക്ഷനോടെ 100 കോടിയിലധികം വേൾഡ് വൈഡ് ഗ്രോസ് നേടിയെടുക്കുമെന്നാണ് നാം മനസ്സിലാക്കുന്നത്. അങ്ങനെ മലയാളത്തിന്റെ സ്വന്തം ലാലേട്ടന്റെ, മലയാളത്തിൽ ഏറ്റവും കൂടുതൽ 100 കോടിയിലധികം കളക്ഷൻ നേടിയെടുത്ത നടന്റെ അടുത്ത 100 കോടി സിനിമയായിട്ട് തുടരുമെന്ന സിനിമ മാറുമ്പോൾ ഇതിനേക്കാൾ വലിയ സമ്മാനം ലാലേട്ടന്, നമ്മുടെ ലാലേട്ടൻ ആരാധകരും ഒപ്പം തന്നെ മലയാളി സിനിമാ പ്രേമികളും നൽകാനായിട്ടില്ല. ഇനിയും ഒരുപാട് 100 കോടികൾ ലാലേട്ടൻ നേടിയെടുക്കട്ടെ എന്ന് ആശംസിക്കാം. അപ്പോൾ കാത്തിരിക്കുക അടുത്ത തുടരും വാർത്തകൾക്ക്.